ഹലോ, ഗ്രാൻഡ് ഇടുക്കി യൂട്യൂബ് ചാനലിലെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് കേട്ടോ. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ചാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. അതിനുവേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ഞാൻ പറയാം. ഒരു സബോള ഞാൻ നീളത്തിലരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിപ്പഴത്തിൻ്റെ പകുതി എടുത്ത് നീളത്തിലരിഞ്ഞ് വെച്ചു. 2 മുട്ട പുഴുങ്ങി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ടി വേണ്ടതാണ് നമ്മുടെ ബ്രെഡും ഒരു കഷ്ണം ചീസും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടി നമുക്ക് വേണം. ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മുട്ട നമുക്ക് ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്താണ്. ഇത് കുറച്ച് ഓയിലും വേണം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഞാൻ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു. ഞാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സബോള അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ സബോളയും നമ്മുടെ തക്കാളിക്കാപ്പഴവും ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് അത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കഴിച്ചോളുകയും ചെയ്യും. സബോളയും ഇവിടെ മീനിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണേ. നമ്മുടെ തക്കാളിപ്പഴം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ഒന്നും വഴഞ്ഞു വരേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് ഒന്ന് ശരിയായി ചൂടാക്കി എടുക്കാം. അല്പം ഉപ്പും കൂടെ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാകത്തിനൊക്കെ മതിയാവും കേട്ടോ. ഒത്തിരി ഒന്നും നമുക്ക് വഴഞ്ഞു വരേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒന്ന് ഈ പാകത്തിലാകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും വഴറ്റി ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനിയിപ്പോൾ നമുക്കൊരു മുട്ട എടുത്തൊന്ന് പൊട്ടിച്ചാനൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്കെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാമേ. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് നമുക്കൊന്ന് തടവി കൊടുക്കും. ഉണ്ടെങ്കിൽ നെയ്യാണേലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ബ്രെഡ് നമ്മുടെ മുട്ടയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് കട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ബ്രെഡ് ഒന്ന് റെഡിയാക്കി നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചീസ് ചെറിയ സൈസായിട്ട് മുറിച്ചെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണേ. നമ്മൾ ബ്രെഡ് മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം കേട്ടോ, അത് ഇച്ചിരി വലിപ്പമുള്ള ബ്രെഡ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഫില്ലിങ് വയ്ക്കാനായിട്ട് പാടാണ്. എനിക്കിവിടെ ചെറിയ ബ്രെഡാണ് കിട്ടിയതേ. ഇനിയിപ്പോൾ നമുക്കൊരു സ്പൂണിനകത്ത് നമ്മുടെ കോരിയെടുത്ത് നമ്മുടെ സബോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ വെച്ച് കൊടുക്കും. തീ കുറച്ച് വെച്ച് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഈ സബോളയൊക്കെ ഒന്ന് വഴറ്റി വെക്കുവാണെങ്കിൽ ഏറെ ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ നമ്മളങ്ങനെ വഴറ്റി വയ്ക്കാറില്ല. ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ റെഡിയാക്കിയിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം.
നമുക്ക് ഈ പീസ് എടുത്ത് ഇതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് എഗ്ഗ് സാൻഡ്വിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതൊന്ന് കണ്ടിക്കാൻ കൂടെ ചെയ്താൽ സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. കോണോട് കോണ അങ്ങനെ എങ്ങനെ കണ്ടിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ കണ്ടിക്കണം. ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ആകത്തില്ലേ? ആ അങ്ങനെ കേട്ടോ. പിടിക്കുമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല.